ഭക്ഷണത്തെ തിരഞ്ഞെടുത്ത് കഴിക്കുക, ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാവുക, തണുത്തതും ചൂടുള്ളതും ദയവും ഒന്നിച്ച് കഴിക്കുക. ഇതൊക്കെ നോമ്പിൽ വന്ന ഫസാദുകളാണ്. നോമ്പുകാലത്ത് ഈ ഫസാദുകളെല്ലാം തണുത്ത ജ്യൂസ് കുടിച്ച് ഏതാനും പലഹാരം കഴിക്കുക, ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ എന്ന് പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതാണ്. തണുപ്പ് കഴിച്ചതോടൊപ്പം ചൂട് കഴിക്കരുത്, ചൂട് കഴിച്ചതോടൊപ്പം തണുപ്പ് കഴിക്കരുത്. പുളിയുള്ളത് കഴിച്ചതോടൊപ്പം മധുരം പറ്റില്ല, മധുരത്തിനോടൊപ്പം പുളി പറ്റില്ല. മത്സ്യത്തോടൊപ്പം മാംസം പറ്റില്ല, മത്സ്യത്തോടൊപ്പം പാല് പറ്റില്ല. മത്സ്യത്തിന്റെ കറി കുടിക്കുന്ന പ്രാതൽ കഴിക്കണം, രാവിലെ നാസ്ത കഴിക്കണം, പാലൊഴിച്ച ചായ കുടിക്കരുത്. അപ്പൊ മത്സ്യത്തോടൊപ്പം പാല് പറ്റില്ല. ചിക്കനോടൊപ്പം തൈര് പറ്റില്ല. കോഴി ബിരിയാണി കഴിക്കുമ്പോൾ തൈര് വേണ്ട. പിന്നെ സലാഡ് കഴിക്കുന്നത് ബിരിയാണിന്റെ കൂടെയല്ല, ബിരിയാണിക്ക് മുന്നെയാണ്. എല്ലാ ഭക്ഷണത്തിന് മുന്നെയാണ് സലാഡ് കഴിക്കേണ്ടത്. ഇത്തിരി ഉള്ളിയും ഇത്തിരി കാരറ്റും കക്കിയും ഒക്കെ കുഴിച്ചിട്ടിട്ട് ചെറുനാരങ്ങ പിഴിഞ്ഞ് അതിനെ രുചിപ്പെടുത്തി എല്ലാ ഭക്ഷണത്തിനും മുമ്പ് കഴിക്കാൻ പറ്റുമ്പോൾ കൊളസ്ട്രോളിന് കംപ്ലൈന്റ് ഉണ്ടാവില്ല. നമ്മൾ അതൊന്നും തെറ്റായ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുക. വെന്തതും വേവാത്തതും ഒന്നിച്ച് പാടില്ല, പുളിയുള്ളതും മധുരമുള്ളതും ഒന്നിച്ച് പാടില്ല. പഴങ്ങൾ ഭക്ഷണത്തിന് മുമ്പേ കഴിക്കുന്ന ശീലം നമ്മൾ നടപ്പിൽ വരുത്തണം. പഴങ്ങൾ പഴവർഗ്ഗങ്ങൾ ഭക്ഷണത്തിന് മുമ്പേ കഴിക്കണം. വേവാത്ത ഭക്ഷണം വെന്ത ഭക്ഷണത്തിന് മുമ്പേ കഴിക്കണം. ഇതൊക്കെയാണ് സുന്നത്ത്. ഞാൻ പറഞ്ഞ സുന്നത്തായ കാര്യങ്ങളാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരു തവണ നിന്റെ മുകളിൽ ഹജ്ജിന് വേണ്ടി ഒരുമിച്ച് ഇവിടെ നേരത്തെ പറഞ്ഞ മഹാനായ ഇളമര തങ്ങൾ പറഞ്ഞു, കുറച്ച് നിങ്ങൾ അറിയുക. ഞാൻ പോയി ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷം. ഇതെല്ലാം പറഞ്ഞത് എന്റെ പിതാവ് എഴുതിയ കിതാബുണ്ട്, ആദാബുൽ അഖിൽ, ആ കിതാബിന്റെ പേര് എന്റെ പിതാവ് എഴുതിയ കിതാബുണ്ട്, ആദാബുൽ അഖിൽ. ഇതൊക്കെ പൂർവികരായ ആളുകൾ പറയുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു. ജനങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്തും തിന്നാം, എങ്ങനെ തിന്നാമെന്നുള്ളതെത്തി അങ്ങനെ നിത്യരോഗിയായി രോഗത്തിന്റെ വിധത്തിലായി ഭക്ഷണം കഴിച്ച് രോഗിയായി മരുന്ന് കുടിച്ച് രോഗത്തിന്റെ പഠനമുണ്ടാക്കി ഇടങ്ങാറാണ് മനുഷ്യന്മാർ. ഞാൻ പറഞ്ഞ പ്രയോഗം മനസ്സിലായോ? ഭക്ഷണം കഴിച്ച് രോഗിയായി മരുന്ന് കുടിച്ച് രോഗം വർദ്ധിപ്പിച്ചു. ഇതാണ് ജനങ്ങളുടെ അവസ്ഥ. ഈ ദുരിതത്തിന് അവസാനം വരണമെങ്കിൽ, ഈ ദുരിതത്തിന് പ്രയാസത്തിന് അവസാനം വരണമെങ്കിൽ ഖുർആനിലെ ഹദീസിന്റെ സയൻസുകൾ, ഖുർആനിലെയും ഹദീസിലെയും ശാസ്ത്ര വീക്ഷണങ്ങൾ ജനങ്ങൾക്കിടയിൽ വ്യാപകമാകണം. ജനങ്ങൾക്കിടയിൽ വ്യാപകമാകണം. അല്ലാഹുവിന്റെ തൗഫീഖ് നൽകട്ടെ. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കുന്ന ശീലം നിങ്ങളിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കുന്ന ശീലം ഉണ്ടാക്കി. ഞാൻ നേരത്തെ പറഞ്ഞു, എപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത് വെച്ചാൽ വിശക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ രാവിലെ എല്ലാവർക്കും വിശപ്പുണ്ടാവും, മഗ്‌രിബിന്റെ സമയത്ത് എല്ലാവർക്കും വിശപ്പുണ്ടാവും. പ്രകൃതിപരമായി എല്ലാവർക്കും വിശപ്പ് വരാൻ സാധ്യതയുള്ള രണ്ട് സമയങ്ങളാണ്. ഒന്ന് സുബഹ് കഴിഞ്ഞോടെ, മറ്റൊന്ന് മഗ്‌രിബിന്റെ ഉടനെ. ഈ രണ്ട് സമയത്ത് ഭക്ഷണം പ്രത്യേകം എടുത്തു പറഞ്ഞു. ഫുതൂർ അശ, പ്രഭാത ഭക്ഷണം, രാത്രി ഭക്ഷണം. അപ്പൊ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും രാത്രി ഭക്ഷണം കഴിക്കാൻ ഉള്ള ഒരു സൗകര്യം ഉണ്ടാക്കുക. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കഴിയും, സഹോദരിമാർക്ക് കഴിയും. ഭക്ഷണം കഴിച്ചാൽ 3 മണിക്കൂറിൽ ഉറങ്ങാൻ പാടില്ല. നമ്മൾ 10 മണിക്ക് ഭക്ഷണം കഴിച്ചപ്പോൾ ഭക്ഷണം കഴിച്ചാൽ 3 മണിക്കൂർ നേരം ശരീരത്തിന് ഉറക്കം പാടില്ല എന്നാണ് ശാസ്ത്രം. കാരണം ഭക്ഷണം കഴിച്ച സമയത്ത് രക്തത്തിന് ഭക്ഷണത്തിന്റെ ദഹനത്തിലാണ് ശ്രദ്ധിക്കാൻ കഴിയുന്നത്. ഇനി ഒരാൾ ഭക്ഷണം കഴിച്ചാൽ ഉറക്കിലേക്ക് പോയാൽ രോഗിയായി തീരും. ചില ആളുകൾക്ക് രോഗം ഇങ്ങനെ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ചോദിച്ചിട്ട് ലേശം ഉറക്കിലേക്ക് കലക്കൽ കാണാം. ആ കാരണം ചിന്താൻ മനസ്സിലായില്ല. അപ്പൊ ഉച്ചക്ക് ഊണ് കഴിച്ചാൽ ലേശം കഞ്ഞിയും വേണം, ഇവരേറെ നല്ലോണം കഞ്ഞിയും വേണം. നാട്ടുകാരുടെ ജീവിതത്തിൽ പകൽ ഉറങ്ങാൻ പറ്റുന്ന സമയം ഒരു ഭാഗത്തിന്റെ മുമ്പാണ്. ആദ്യത്തെ ആൾക്കാർ അറിയിക്കപ്പെട്ടത് കൈമൂലത്തെ ഉറക്കുന്ന ആൾക്കാർ അറിയിക്കപ്പെട്ടത് തഹജ്ജുദിന് ഉണർന്ന മഹാന്മാർക്കാണ്, ഭാഗ്യവാന്മാർക്കാണ്. ഉച്ചക്ക് ഉപയോഗിച്ച് വരുമ്പോൾ എന്നിട്ട് സുഖട് മാറുന്നില്ല. എന്താ ചെയ്യേണ്ടത്? എങ്ങനെ മാറാൻ സുഖട് മാറാതിരിക്കാൻ പ്രമേഹം എന്തായാലും മാറില്ല. പകലുറങ്ങുന്ന പ്രമേഹം ഒരു തരക്കും മാറില്ല. പകലുറങ്ങുന്ന പ്രമേഹം മാറില്ല. അയാൾ ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല 20 രോഗം കണ്ണിന് കാഴ്ച കുറയുക, കാലിന്റെ ഭാഗത്തേക്കുള്ള രക്തത്തിന്റെ കുറവ്, രക്തത്തിന്റെ സർക്കുലേഷൻ കുറയുക, അങ്ങനെ ഒരു 10-20ഓളം ബിരുദങ്ങൾ വന്നിട്ട് മനുഷ്യരാണ് ജീവിതത്തിൽ കാത്തിരിക്കട്ടെ. ശ്രദ്ധിച്ചോളൂ, കാര്യങ്ങൾ കേട്ടിട്ട് മാത്രം കാര്യമില്ല. തൗഫീഖ് അല്ലാഹു തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഉറങ്ങേണ്ട സമയം രാത്രി, ജോലി ചെയ്യേണ്ട സമയം പകല്, ഇതൊക്കെ മനസ്സിലാക്കണം. ഇനി രാത്രി ഹൈറായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരാൾക്ക് ഉറപ്പൊഴിച്ചു, ഹൈറായ ഇൽമു പഠിക്കുക, ദിക്റിന്റെ മജ്‌ലിസിൽ ഒരുമിച്ചുകൂടുക, ഓരോരുത്തർ ഹൈറായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരാൾ ഉറപ്പൊഴിച്ചാൽ പകൽ ഉറങ്ങാം. സൂര്യോദയം കഴിഞ്ഞു, ദുഹാന്റെയും മറ്റൊക്കെ സമയം കഴിഞ്ഞു, ദുഹറിന് തൊട്ട് മുതൽ അല്പം ക്ഷീണം മാറ്റാൻ. അത് ഹൈറായ കാര്യത്തിന് പ്രത്യേകം സൂക്ഷിക്കണം. കല്യാണത്തിന്റെ കാര്യം ഉറപ്പിക്കാനല്ല, അങ്ങനെ ഉറപ്പിലൊന്നും ഇല്ല. കല്യാണത്തിന്റെ കാര്യം ഉറപ്പില്ല, മൈലാഞ്ചി ഉറപ്പില്ല. മനസ്സിലായില്ലേ?
അപ്പൊ ആ കാര്യങ്ങൾ മനസ്സിലാക്കണം. അസുരശേഷം ശ്രദ്ധിക്കണം. അപ്പൊ വിഷം രാവിലെ ഭക്ഷണം കഴിക്കുക, രാത്രി ഭക്ഷണം ഉപേക്ഷിക്കരുതെന്ന് പ്രത്യേക റസൂൽ പറഞ്ഞു. രാത്രി ഭക്ഷണത്തെ നിങ്ങൾ ഉപേക്ഷിക്കരുത് മുഹമ്മദ് റസൂൽ. അത് നിങ്ങളിലേക്ക് വാർദ്ധക്യത്തെ വലിച്ചു കൊണ്ടുവരും. രാത്രി ഭക്ഷണത്തെ ഉപേക്ഷിക്കുന്നത് വാർദ്ധക്യത്തെ നിങ്ങളിലേക്ക് വലിച്ചുകൊണ്ടുവരും. നമ്മൾ പ്രായം ചെറിയ പ്രായമാണ്, വയസ്സന്മാരുടെ സ്വഭാവം വരും, ശരീരത്തിന്റെ ശക്തി ഇല്ലാണ്ടാവും. രാത്രി ഭക്ഷണം ഉപേക്ഷിക്കാൻ ചില സ്ത്രീകൾക്കിടയിൽ അങ്ങനെ ചില തെറ്റായ വിശ്വാസമുണ്ട്. തടി കൂടുന്നു എന്ന് പേടിച്ച് രാത്രി ഭക്ഷണം കഴിക്കില്ല. തടി കൂടുന്നു എന്നാണ് അവർ പറയുന്ന ന്യായം. പതിനോളം വെച്ച് മതിയുന്നു. അതിനുണ്ടോ? രാത്രി ഭക്ഷണം ഉപേക്ഷിക്കരുത്, പ്രഭാത ഭക്ഷണം ഉപേക്ഷിക്കരുത്. രണ്ടുമില്ല പറയണം. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ധാന്യങ്ങൾ കഴിക്കുമ്പോൾ തവിട് കളയാത്ത ധാന്യങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കും. പറ്റാത്തതോടെ നമുക്ക് പറയാനുള്ളത് മൈദ പരമാവധി ഭക്ഷണത്തിൽ ഒഴിവാക്കി. കേരളത്തിൽ പ്രമേഹത്തെ വർദ്ധിപ്പിച്ചത് ഗൾഫുകാരെ രോഗികളാക്കിയത് മൈദയുടെ ഫുഡാണ്. ഗൾഫുകാരെ രോഗിയാക്കിയത് എന്തായാലും രാത്രി ജോലികൾ കഴിഞ്ഞ് കുടുംബക്കാരെപ്പോഴും എന്താണ് ഗൾഫുകാരുടെ ഇവിടുത്തെ ജീവിതം കുടുംബത്തിന്റെ ആണോ? അവിടുത്തെ ജീവിതം അമ്മാരി കട്ടളെ കിടക്കുന്നു. രാവിലെ ചായ അസീറും സാൻഡ്വിച്ചും കിട്ടി. നാട്ടിലുള്ള ഷെയ്ഖാസിന്റെ വ്യാപാരം കാർ വാടക എടുത്തിട്ട് സന്തോഷം കിട്ടുന്ന കാര്യം ഒറ്റപ്പെടുത്താം. പക്ഷെ അവരുടെ അവിടുത്തെ ജീവിതം വളരെ വിഷമമാണ്. അവിടുത്തെ കുടുംബക്കാരെ മനസ്സിലാക്കണം, നാട്ടുകാരെ മനസ്സിലാക്കണം. വലിയ വിഷമമാണ്. 98% ആളുകളും ചെറിയ ജോലി ചെയ്ത് വക്കാലകളിലും ഗ്രോസറികളിലും വളരെ പ്രയാസം. പെരുന്നാൾ വരെ ലീവില്ല പാവങ്ങൾക്ക്. പെരുന്നാളിന് ലീവില്ലാത്ത ദുനിയാവിലായിരുന്നു. എന്നിട്ട് സ്കൂളിൽ 2 ദിവസം കൂട്ടിയില്ലെങ്കിൽ ഫേസ്ബുക്കിൽ എഴുതി ഓണത്തിന് കുറേ ക്രിസ്മസിന് കുറേ ചെറുപ്പക്കാരൻ സർക്കാർ ക്രിസ്മസിന് പത്തിരി കൊടുക്കില്ലേ? ചോദ്യം, ക്രിസ്മസിന് പത്തിരി കൊടുക്കില്ലേ? ഓണത്തിന് പത്തിരി കൊടുക്കില്ലേ? ഒട്ടോട്ടൊക്കെ ഒന്നും ഈ പുതിയ ഉപ്പായം വാങ്ങാൻ വേണ്ടി പൈസ അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ നാട്ടിലേക്ക് വരുന്നു. പ്രധാനം ചെയ്യട്ടെ. വലിയ പ്രയാസമാണ്. അവരുടെ കുടുംബത്തെ സമ്പത്തപ്പെടണം. അവരുടെ മക്കളൊക്കെ സൂക്ഷിച്ചുകൊള്ളണം. ഇപ്പൊ ഗൾഫിലാണെങ്കിലും എന്തെങ്കിലും ജോലി എന്താണെന്ന് അറിയണം. എല്ലാവരും പാലത്തിൽ കിട്ടുന്നതല്ലേ? എല്ലാവരും പലരും സാധാ ഗ്രോസറിയിൽ ബക്കാലയിൽ പണിയെടുത്ത് ഒഴിവുള്ള സമയത്ത് വേറെയും പണിയെടുക്കും. പാർക്കിലൊക്കെ പോയിട്ട് റീചാർജ് കൂപ്പൺ വിൽക്കുക. എന്താ മനസ്സിലാക്കിയത്? പണിക്കാർക്ക് വാശിയെടുക്കില്ല. സ്കൂളിൽ ഓണത്തിൽ ലീവിന് വരെ പൈസ പൈസ തീരുന്നതിന് പോണേ നിങ്ങളുടെ റസീറ്റ് വാങ്ങി കൊടുക്കാനുണ്ടാവും. അട്ടർക്ക് ചെറിയ റസീറ്റ് കൊടുക്കാം. പലരും വലിയ പ്രയാസത്തിലാണ്. ഞാൻ പറഞ്ഞു വന്നത് മൈദ ഭക്ഷണത്തെ കുറിച്ച് ബന്ധപ്പെട്ടാണ് ഗൾഫ് വന്നുപോയത്. മൈദ ഭക്ഷണം ഒഴിവാക്കുക. വീടുകളിൽ മൈദ വാങ്ങില്ല എന്ന് പ്രതിജ്ഞയെടുക്കുക. ഞാനിപ്പോ എത്രയോ കാലമായിട്ട് മൈദ പൈസ കൊടുത്ത് വാങ്ങില്ല. എത്രയോ കാലമായിട്ട് നമ്മൾ ഉപേക്ഷിക്കണം. ഇനി വാങ്ങണമെങ്കിൽ തന്നെ അല്ലെങ്കിൽ പശുവിനെ പരിഹരിക്കാൻ പറ്റുന്ന കരുതിക്കാൻ ആലോചിക്കണം. ഉത്പാദിപ്പിക്കുന്നത് കച്ചവടക്കാർക്ക് ജീവിക്കട്ടെ. മൈദ ഞാൻ തിന്നൂല എന്ന് തീരുമാനിക്കണം. മൈദ ഭക്ഷണം ഞാൻ തിന്നൂല എന്ന് തീരുമാനിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ചെറുപ്പക്കാരെ പ്രത്യേകിച്ചും ഹോട്ടലുകളിൽ കയറിയാൽ പൊറോട്ട കഴിക്കില്ല എന്നെ യുവാക്കൾ തീരുമാനിക്കണം. അങ്ങനെ ഒരു സംഭവം വന്നാൽ പ്രമേഹത്തെക്കുറിച്ച് പഠിക്കലില്ല, കിഡ്നിരോഗത്തെക്കുറിച്ച് പഠിക്കലില്ല, കരരോഗത്തെക്കുറിച്ച് പഠിക്കലില്ല. തീരുമാനം മുന്നോട്ട് പോകാം. അതിഥികളെ സൽക്കരിക്കണം. ഇജാതി മോശം ഭക്ഷണം വളർന്നതിൽ മാന്യതാണെന്ന് കരുതരുത്. ചില വീടുകളിൽ ഒരുപാട് ഭക്ഷണങ്ങളുമായി കൊടുത്ത് പുറപ്പെട്ടുണ്ടാവും. കണ്ണൂരൊക്കെ ആളുകളൊക്കെ സൽക്കരിക്കണമെന്ന് നമ്മൾ ഉച്ചക്കാണ് ആളുകളെങ്കിലും സുഖീപ്പെടുന്ന ഭക്ഷണം മുതൽ തലേന്ന് പിറ്റന്നാൾ കിട്ടുന്ന ഭക്ഷണം തരുന്നുണ്ടാവും. അജാതി വിഭവങ്ങൾ ഉണ്ടാക്കും. അതിഥികളെ സൽക്കരിക്കുന്നതിൽ ഇസ്രാഫ് വിഷയമല്ല, പരമാവധി കൊടുക്കണം. അതിഥികളെ തിന്നാൻ പറയണം. ആതിഥേയന്റെ സന്തോഷത്തിന് വേണ്ടി അല്പം ഭക്ഷണം കഴിക്കലും അനുവാദമുണ്ട്. വീട്ടിൽ നമ്മുടെ ഗസ്റ്റായി പോയി ആ ആതിഥേയന്റെ മനസ്സിന് വിഷമം വരുമെന്ന് പേടിയുണ്ടെങ്കിൽ അല്പം ഭക്ഷണം കഴിക്കണം. അല്ലാത്ത സമയത്ത് ഭക്ഷണം കിട്ടാനാണ് പറയാൻ പറ്റരുത്. അങ്ങനെ ഒരു ചാൻസ് ഉണ്ടല്ലേ എന്നൊന്നും നിങ്ങൾ കരുതരുത്. സാധാരണ കഴിക്കുന്നതിനേക്കാൾ അല്പം ഭക്ഷണത്തെ നിനക്ക് കൂട്ടാൻ നിന്റെ ആതിഥേയൻ നിന്നെ സൽക്കരിക്കുന്നവരുടെ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടി. അത് റമദാനാണെങ്കിൽ പറ്റില്ല.
നീ റമദാനിലാണ് നിന്റെ അതിയെ ഈ ഒരു നോമ്പ് തുറക്കാൻ വിളിച്ചു, ഈ നോമ്പ് തുറക്കാൻ വിളിക്കപ്പെട്ട വ്യക്തിയോട് നല്ലോണം തിരിഞ്ഞെന്ന് പറയരുത്. കാരണം നോമ്പുകാർക്ക് പൊതുവേ തന്നെ ഭക്ഷണം തുറക്കേണ്ട സമയമാണ്. നോമ്പ് തുറക്കാൻ വന്ന അതിഥിയോട് നീ തിന്നി എന്ന് പറയുന്നത് സുന്നത്തില്ല. അല്ലാതെ അതിഥിയോടെ കുറച്ചുകൂടി കഴിക്കുക എന്ന് പറയുന്ന പ്രത്യേക സുന്നത്തുണ്ട്. മനസ്സിലാക്കേണ്ട കാര്യമാണ്. നോമ്പ് തുറയുടെ വിഷയത്തിലാണെങ്കിൽ എല്ലാം അല്ലാത്ത സമയത്തുണ്ട്. ഒക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ കാലഘട്ടത്തിൽ പല പ്രയാസകരമായ രോഗങ്ങളും ഭക്ഷണത്തിൽ നിന്നും, ഭക്ഷണത്തിന്റെ തെറ്റായ ഉപയോഗത്തിൽ നിന്നും, മാലിന്യം കലർന്ന ഭക്ഷണത്തിൽ നിന്നും, മായം കലർന്ന ഭക്ഷണത്തിൽ നിന്നും ഉണ്ടായതാണ് എന്ന് തിരിച്ചറിയുക. ജീവിതശൈലി രോഗങ്ങൾ എന്ന് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ പല പ്രയാസകരമായ രോഗങ്ങളെക്കുറിച്ചും വൈദ്യശാസ്ത്ര രംഗത്തുള്ള ആളുകൾ പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ജീവിതശൈലി രോഗങ്ങൾ പലപ്പോഴും മായം കലർന്ന ഫുഡുകൾ കഴിക്കേണ്ടി വരുന്നു, മ്ലേച്ഛമായ ഫുഡുകൾ കഴിക്കേണ്ടി വരുന്നു, വിരുദ്ധ ആഹാരങ്ങൾ കഴിക്കേണ്ടി വരുന്നു. ഇത്യാദി കാര്യങ്ങൾ ഉപേക്ഷിച്ചാൽ തന്നെ പരമാവധി ആരോഗ്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ.